എടുക്കുക. എന്നാ ഞാൻ സ്ട്രേറ്റ് അവേ ചോദിക്കട്ടെ, ഇത്രയും പഠിച്ചില്ലേ, ആ വീട്ടിൽ ഏറ്റവും ജെനുവിൻ പ്ലെയർ ആരാ? ജെനുവിനാ? ആ വീട്ടിലൊരു ജെനുവിൻ പ്ലെയറിനെ ഞാൻ കണ്ടിട്ടില്ല സത്യം. ആകെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, അതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടി. ആ വീട്ടിൽ ഏറ്റവും ഫേക്ക് പ്ലെയർ ആരാ? ഫേക്ക് പ്ലെയർ ഞാൻ ജെനുവിൻ ആയിട്ട് പറയാം. ജെനുവിൻ ആയിട്ടല്ലേ? അനുമോളുണ്ട്. ഫേക്ക് ആയിട്ട് എനിക്ക് തോന്നി എന്ന് പറഞ്ഞാൽ അനുമോൾ എന്നോട് വന്ന് സംസാരിക്കും. അപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോ ഞാൻ വിചാരിക്കും കൊള്ളാലോ അനുമോൾ നല്ല കാര്യങ്ങൾ സംസാരിക്കും. പിന്നെയാണ് എനിക്ക് മനസ്സിലാകുന്ന അനുമോൾ എന്നെ ഒരു പാവയായിട്ട് ഉപയോഗിച്ച് ദേഷ്യം വരാറുണ്ടോ? ദേഷ്യം വളരെ അപൂർവമായിട്ട് വരാം. ഇങ്ങനെ ബിഗ് ബോസിൽ നമ്മൾ ആരാണെന്ന് കാണിക്കാനോ റോ അൺഫിൽറ്റേർഡ് വേർഷൻ കാണിക്കാനോ വരുന്നത്. ഇത് പുള്ളി ബിഗ് ബോസിൽ ഗെയിം കളിക്കാൻ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി വെക്കും. അപ്പൊ നമ്മളവിടെ പൊട്ടിത്തെറിക്കും. അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? കുട്ടി മാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ എന്നോർത്തപ്പോ ഞാൻ ഞെട്ടി മാമ. ആണോ? പക്ഷെ അതെ അതെ അതെ. പക്ഷെ ബിഗ് ബോസിന്റെ ഗെയിംസ് എന്ന് പറഞ്ഞാൽ ഫുൾ മൈൻഡ് ഗെയിം അല്ലേ? അപ്പൊ മൈൻഡ് ഗെയിം ആവുമ്പോൾ നമ്മൾ എന്തായാലും മൈൻഡ് ഗെയിം മാത്രമല്ല, അവിടെ ഫിസിക്കൽ ഗെയിം, ഫിസിക്കൽ ഉണ്ട്. അതെ അതെ, മൈൻഡ് ഗെയിം എല്ലാം ഉണ്ട്. ബ്ലണ്ട് ഓഫ് അതെ. നീ അറിഞ്ഞാ പക്ഷെ ഇപ്പൊ ഫിസിക്കൽ ഉണ്ടെങ്കിലും അവിടെ ലൂപ്പ് ഹോൾസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം അതുകൊണ്ടായിരിക്കും ഒരു ടാസ്കിലും ആക്റ്റീവ് ആവാതിരുന്നല്ലേ.